ഈ വർഷത്തെ സ്കൂളിലെ ക്ലാസ്സുകൾ, അതുപോലെ കോളേജിലെ ക്ലാസ്സുകൾ ഇതെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നടക്കുന്നത്. ഇതിൽ കൂടുതൽ അധ്യാപകരും തിരഞ്ഞെടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഒക്ടോബർ 1 തീയതി തൊട്ട് ഗൂഗിൾ മീറ്റിനകത്ത് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഡെലിവറി ചെയ്യുന്ന അധ്യാപകർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കേട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെയും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ മിക്കവാറും അധ്യാപകർ യൂസ് ചെയ്യുന്ന ആ ഒരു ഗൂഗിൾ മീറ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നിങ്ങൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള ആ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യും. ആ ലിങ്ക് സ്റ്റുഡൻസിന് കൊടുക്കും. സ്റ്റുഡൻസ് ആ ഒരു ലിങ്ക് വെച്ചിട്ട് മീറ്റിങ്ങിനുള്ളിലേക്ക് കയറും. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മീറ്റിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 24 hour ആണ്. നമുക്കൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ നമുക്ക് ആ ഒരു മീറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ മീറ്റിങ്ങിനകത്ത് നമുക്ക് 100 പാർട്ടിസിപ്പൻസിനെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര മീറ്റിംഗ് വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അതായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഒക്ടോബർ 1 തൊട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം മീറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്നത് 60 മിനിറ്റ് ആക്കി ചുരുക്കിയിട്ടുണ്ട്. അതായത് ആ ഒരു മീറ്റിങ്ങിൻ്റെ പരമാവധി സമയം 60 മിനിറ്റ്, 1 മണിക്കൂർ. അപ്പോൾ ആ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് മീറ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു അപ്ഡേഷൻ അറിയാതെ ഒക്ടോബർ 1 മുതൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്തേക്കാം. അപ്പോൾ ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ പരീക്ഷിക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ആ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലോസ് ആയി പോയിട്ടുള്ള ആ ഒരു മീറ്റിങ്ങിൻ്റെ ടാബ് അങ്ങ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ആ ഒരു സെയിം ലിങ്ക് വെച്ച് തന്നെ മീറ്റിംഗ് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പം അത് വർക്കായേക്കാം. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് മീറ്റിംഗ്സ് അൺലിമിറ്റഡ് എന്നുള്ളത് അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം 60 മിനിറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. ഇനി അത് വർക്കാവുന്നില്ലെങ്കിൽ രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വേറൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. അതായത് വേറൊരു മീറ്റിംഗ് ID ക്രിയേറ്റ് ചെയ്തിട്ട് അത് സ്റ്റുഡൻസിന് പാസ് ചെയ്യാം. അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറയുക. അപ്പോൾ ആ ഒരു ലിങ്ക് വെച്ചിട്ട് വീണ്ടും അടുത്ത 60 മിനിറ്റോടെ നമുക്ക് ആ ഒരു മീറ്റിംഗ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ സെഷൻ എടുക്കുന്ന അധ്യാപകരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ടായി പോകും. അത് ശരിക്കും ഒരു ക്ലാസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കത് സ്റ്റുഡൻസും അത് മാനേജ് ചെയ്യും. ഇനി എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, വീണ്ടും കയറുന്നു, അങ്ങനെ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്ലാസിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി അവിടെ അത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി ക്ലാസ് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതായത് ഫ്രീ പ്ലാൻ മാറിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പ്ലാൻ മേടിക്കുക. G-Suite എസെൻഷ്യൽസ് എന്ന പേരിലുള്ള പ്ലാൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പ്ലാൻ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു $8 പെർ മന്ത്, അതാണ് അതിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് 300 മണിക്കൂർ വരെ ആ ഒരു സെഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 150 പേർക്ക് ഒരേ സമയം മീറ്റിങ്ങിനകത്ത് കയറാനായിട്ട് സാധിക്കും. മീറ്റിങ്ങിൻ്റെ ആ ഒരു ലിങ്ക് വെച്ചിട്ടുള്ള നമ്പർ ഓഫ് മീറ്റിംഗ്സ് എന്ന് പറയുന്നത് പഴയതുപോലെ തന്നെ അൺലിമിറ്റഡും ആയിരിക്കും. അപ്പോൾ പഴയ പ്ലാനും ഈ എസെൻഷ്യൽ പ്ലാനും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഉള്ള ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ ഒരു ലിങ്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പേഴ്സണൽ മെയിൽ ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന അധ്യാപകർ അറിയാനായിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഒരു സ്റ്റോറൊക്കെ പോലെ ഗൂഗിളിൻ്റെ G-Suite എന്ന് പറയുന്ന ഒരു സർവീസ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ G-Suite-നകത്തു നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതൊരു സ്കൂളൊക്കെ ആകുമ്പോഴത്തേനും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ G-Suite-നകത്ത് നമുക്ക് 3 രീതിയിലുള്ള പ്ലാൻസ് അവൈലബിൾ ആണ്. ബേസിക് പ്ലാൻ ഉണ്ട്, അതിന് ഒരു മാസം 125 രൂപയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്, ഒരു മാസം 672 രൂപ വരുന്നത്. എൻ്റർപ്രൈസ് പ്ലാൻ ഉണ്ട്, ഒരു മാസം 1650 രൂപ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യത്യാസം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു മീറ്റിങ്ങിൻ്റെ ലെങ്തിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്
പിന്നെ ഗൂഗിളിൻ്റെ തന്നെ ഇതര പ്രൊഡക്റ്റുകളും ഒത്തിരി നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷീറ്റ്, സ്ലൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഗൂഗിളിൻ്റെ G Suiteനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഗൂഗിൾ മീറ്റിൽ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നത്? അപ്പോൾ ഫ്രീ ആയിട്ടുള്ള പ്ലാനിൽ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തരുന്നില്ല. പക്ഷേ G Suiteൽ നിന്ന് നമ്മൾ പ്ലാനുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ 1-ാം തീയതി തൊട്ട് എല്ലാ G Suite പ്ലാനുകൾക്കും 3 രീതിയിലുള്ള പുതിയ ഫീച്ചറും കൂടെ അവൈലബിൾ ആണ്. അതായത് ലാർജർ മീറ്റിംഗ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മീറ്റിംഗിൽ തന്നെ നമുക്ക് 250 പേരെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ മീറ്റിംഗ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഈ ഒരു പുതിയ അപ്ഡേഷനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കട്ടായി പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടായി പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മറ്റ് ചില പ്രശ്നങ്ങളായിരിക്കും, നമ്മളുടെ മെഷീൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഒക്ടോബർ 1 മുതൽ ഈ 60 മിനിറ്റ് ആ ഒരു കട്ട് ഓഫ് കഴിയുമ്പോഴത്തേക്കിന് മീറ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ ബാക്കി എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ക്ലാസ് കട്ടാകാതെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു മുൻകരുതലുകളൊക്കെ ഇപ്പോൾ തന്നെ എടുത്തു വെക്കുക. അപ്പോൾ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്ത് അവിടെയും മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.